നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ റാഗ്നർ തിരിച്ചു വന്ന് പിന്നെയും കാത്തകട്ടെ പിടിച്ചെടുത്തു. അതിനുശേഷം ലഗാത്ത തൻ്റെ മോൻ ബിയാനെ റാഗ്നറിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ട് പിന്നെ അവളുടെ ഭർത്താവ് സിഗ്വട്ടിന്റെ അടുത്തേക്ക് തന്നെ പോകും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് കഴിയുന്നു. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 2 എപ്പിസോഡ് 6 അൺഫോർഗിവൻ. തുടക്കത്തിൽ തന്നെ സിഗി സീറിനെ പോയി കാണും. ഇതിനു മുൻപ് സിഗി ഹെറോൾസിന്റെ ഭാര്യയായിരുന്നല്ലോ. അപ്പോൾ ഇവർ നല്ല ഉയർന്ന പദവിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് എൻ്റെ പഴയ പദവി വേണം, അതെനിക്ക് തിരിച്ചു കിട്ടുമോ? ഇതുപോലെ എനിക്കൊരു തോഴിയായിട്ടോ വേലക്കാരിയായിട്ടോ അടിമയായിട്ടൊന്നും ഇരിക്കാനൊന്നും എനിക്ക് വയ്യ. ഇപ്പോൾ ഇവരിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതിനു മുൻപ് ഞാൻ അനുഭവിച്ചതാണ്. എനിക്കെൻ്റെ പഴയ പദവി കിട്ടുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സീർ പറയും, റാഗ്നർ നിൻ്റെ ഭർത്താവിനെ കൊല്ലുന്നതിനോടൊപ്പം നിന്നെ കൊല്ലാതെ വിട്ടതിൻ്റെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിങ്ങനെ പറയും. അതിനുശേഷം കിങ് ഹോറയ്ക്ക് വെക്സസിൽ ഉണ്ടായിരുന്നില്ലേ. പിന്നെ റാഗ്നർ കാത്തകട്ടിലോട്ട് തിരിച്ചു വന്ന ഈ കാര്യങ്ങളൊക്കെ കിങ് എഗ്ബത്തിന് അറിഞ്ഞിട്ട് കിങ് ഹോറിക്കിൻ്റെ കൂടെ വന്നിരുന്ന എല്ലാവരെയും കൊല്ലും. അവസാനമായിട്ട് ജീവനോടുകൂടി ഉണ്ടായിരുന്നത് കിങ് ഹോറിക്കും അദ്ദേഹത്തിൻ്റെ മോൻ എർലിൻഡറും പിന്നെ ഒരു 5-6 പേരും മാത്രമേ ഇപ്പോൾ ജീവനോടുകൂടിയുള്ളൂ. ഇപ്പോൾ കിങ് ഹോറിക്ക് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും റാഗ്നറിനോട് പറയും. കിങ് എഗ്ബത്ത് ഞങ്ങളെ ചതിച്ചു, ഞങ്ങൾ അയാളെ ബന്ധപ്പെട്ടിരുന്നു. എഗ്ബത്തിന് തന്ന വാക്ക് പാലിക്കാൻ ഉദ്ദേശമില്ല. അവൻ എൻ്റെ സൈന്യത്തിലുള്ള എല്ലാവരെയും കൊന്നു. അവസാനം ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ റാഗ്നർ സങ്കടത്തിൽ, ശരി ആത്തലിസ്റ്റനോടെ ആത്തലിസ്റ്റൻ അവൻ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അവൻ എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ യുദ്ധക്കളത്തിൽ തന്നെ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടാവും. ഇനി അവനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പ ബിയാൻ പാവം ആത്തലിസ്റ്റൻ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെടും. അപ്പ ഫ്ലോക്കി, അവൻ അവൻ്റെ ക്രിസ്ത്യൻ ദൈവത്തിനെ മറന്നിട്ടില്ല. അവൻ നമ്മുടെ ശത്രു തന്നെയാണ്. അവൻ്റെ മരണം നമ്മൾ ആഘോഷിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിങ്ങനെ പറയും. ഇപ്പം കിങ് ഹോർക്ക്, എനിക്ക് കിങ് എഗ്ബത്തിനോട് പകരം ചോദിക്കണമെന്ന് പറയും. അപ്പോൾ റോളോ, തീർച്ചയായിട്ടും കിങ് എഗ്ബത്തിനെ നമുക്ക് അടിക്കാമെന്ന് പറയും. അപ്പോൾ റാഗ്നറും എനിക്കും സമ്മതം, നമ്മൾ എന്തായാലും വെക്സസിലോട്ട് പോവാമെന്ന് പറയും. അപ്പോൾ കിങ് ഹോർക്ക്, അതിനു മുമ്പായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വെസ്റ്റിലോട്ട് പോകാൻ കപ്പലുകളൊന്നുമില്ല. ഉള്ള കപ്പലുകളൊക്കെ നശിച്ചു പോയി. ഇത് കാരണം കൊണ്ട് നീ പോയി എൽബോഗിനെ പോയി കാണണം. അവനിപ്പോൾ പഴയതുപോലെ അത്ര ശക്തനൊന്നുമല്ല, പക്ഷേ എന്നാലും അവനെ നമുക്ക് ആവശ്യമുണ്ട്. വെസ്റ്റിലേക്ക് പോകാൻ അവൻ്റെ കപ്പലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അത് കാരണം കൊണ്ട് ഒരിക്കൽ കൂടെ അവനെ നമ്മുടെ കൂടെ ചേരാനായിട്ട് പറയാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഗ്നറിനോട് പ്രിൻസസ് ആസ്ലോഗ് കിങ് ഹോർക്ക് പറയുന്നതൊന്നും കേൾക്കണ്ട എന്ന് പറയും. റോളോ, നീ പോയി ഈ കാര്യങ്ങളൊക്കെ അവനോട് കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് പറയും കിങ് ഹോർക്ക്. ഇപ്പോൾ റോളോയും കുറച്ച് പേരും കൂടെ എൽബോഗിനോട് കണ്ട് സംസാരിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ട്രോസ്റ്റൻ വന്ന് റോളോനോട് വന്ന് ആശംസകൾ പറയും. അപ്പോൾ റോളോയ്ക്ക് ഇപ്പോൾ നല്ല സന്തോഷമാവും. ഇവരിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ അതേ ദിവസം രാത്രിയിൽ സിഗിയുടെ കൂടെ തന്നെയാണ് കിങ് ഹോറിക്കും അദ്ദേഹത്തിൻ്റെ മോൻ എർലിൻഡനും ഉള്ളത്. ഇപ്പോൾ സിഗി ഇതിന് മുൻപ് കിങ് ഹോറിക്കിൻ്റെ കൂടെ റൊമാൻറ്റിക് ആയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കിങ് ഹോറിക്ക് ചോദിക്കും, നീ റാഗ്നറെ പറഞ്ഞിട്ടാണോ ഇതിനു മുമ്പ് ഇതുപോലെ എന്നോട് ഇരുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ സിഗി, റാഗ്നറൊന്നും എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതെല്ലാം ചെയ്തത് റോളോയ്ക്ക് വേണ്ടിയാണ്, റോളോയുടെ നല്ലതിന് വേണ്ടിയാണ്, റോളോ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയാണ്. റോളോയ്ക്കൊരു ഉയർന്ന ചുമതലയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാനും ഉയർന്ന ചുമതലയിൽ എത്തുമെന്ന് പറഞ്ഞ് സിഗി ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്ന കിങ് ഹോർക്ക് എന്ത് പറയുന്നത് വെച്ചാൽ, നീ എൻ്റെ കൂടെ കിടന്നതുപോലെ എൻ്റെ മകൻ്റെ കൂടെയും പോയി കിടക്കണമെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ സിഗിയുടെ മുഖം അങ്ങനെ മാറും. ഇപ്പോൾ അവളുടെ മുഖമൊക്കെ ഇപ്പോൾ എന്തോ പോലാവും. പക്ഷേ എന്നാൽ സിഗിക്ക് ഇപ്പോൾ വേറെ വഴിയില്ല. അവളുടെ ആഗ്രഹം നടക്കണമെങ്കിൽ ഇവർ പറയുന്നതെല്ലാം ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ ഇങ്ങനെ എർലിൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ സിഗി ഇങ്ങനെ റൊമാൻറ്റിക് ആവും. ഇവിടെ ഹെഡേവിൽ ലഗാത്ത പോയി എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ സിഗ്വട്ട് ആണെങ്കിൽ ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ബിയാറിനെ ലഗാത്ത റാഗ്നറിൻ്റെ അടുത്ത് വിട്ടിട്ട് വന്നത് കാരണം കൊണ്ട് നീ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നീ ഇപ്പോഴും റാഗ്നർ ലോഡ്ബ്രോക്കിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ ദിവസം രാത്രി ലഗാത്ത ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവളുടെ സ്വന്തം ഭർത്താവ് തന്നെ ആളെ വിട്ട് ലഗാത്തയെ അടിക്കും. ലഗാത്ത ഇങ്ങനെ തിരിച്ചടിക്കാൻ നോക്കും. പക്ഷേ എന്നാൽ അവരാണെങ്കിൽ 3-4 പേരുണ്ട്. അവർ നമ്മുടെ ലഗാത്തയിട്ട് നല്ല അടിയടിക്കും. ഇവിടെ കാത്തകട്ടിൽ ബിയാൻ അവിടെ ജോലി ചെയ്യുന്നൊരു പെണ്ണിനെ കാണും. ഇങ്ങനെ അവളുടെ അടുത്ത് പോയിട്ട് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. പൂരാൻ എന്ന് പറയും. നിനക്ക് കാമുകനുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അവളും ഉണ്ട് എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് ബിയാൻ അങ്ങനെ പോകും. ഇവിടെ റാഗ്നറും ആസ്ലോഗും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം ആസ്ലോഗ്, നിങ്ങൾ എന്താണ് കിങ് ഹോർക്ക് പറയുന്നതെല്ലാം കേൾക്കുന്നത്? ആ എൽബോഗിന് പകരം ചോദിക്കണം. അവൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയും, ഞങ്ങൾ എന്തൊക്കെ സഹിച്ചു എന്ന് പറയും. ഞാൻ സഹിച്ചതെല്ലാം പോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം സഹിച്ചു എന്ന് നിങ്ങൾക്കറിയോ? അതെല്ലാം എനിക്കറിയാം. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഗോത്താലാൻഡിൽ, അതായത് എൽബോഗിൻ്റെ രാജ്യത്തിൽ ഇപ്പോൾ റോളോ വന്ന് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എൽബോഗിൻ്റെ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ടോർവി മാത്രമേ ഉള്ളൂ. ടോർവി ഇപ്പോൾ ഗർഭിണിയാണ്. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് അവിടേക്ക് ഇപ്പോൾ എൽബോഗ് വരും. ഇപ്പോൾ റോളോ പറയും, റാഗ്നർ നീയായിട്ടുള്ള കരാറ് പുതുക്കണമെന്നാണ്. അവനും നീയും കിങ് ഹോറിക്കും ചേർന്നുണ്ടാക്കിയ ആ പഴയ കരാറ്. ചെറിയ രാജ്യങ്ങളായിട്ടുള്ള നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ദൂരങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കൂ എന്നാണ് റാഗ്നർ വിശ്വസിക്കുന്നത്. അപ്പം അവന് എന്നോട് പ്രതികാരം ചെയ്യണമെന്നൊന്നുമില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ മണ്ണ് ഞാൻ ആക്രമിച്ച് കയറിയവനല്ല ഞാൻ.
നിന്നെയും എന്നെയും പോലുള്ളവരാണ് പ്രതികാരം ചെയ്യാൻ നോക്കുന്നത്. റാഗ്നർ ചിന്തിക്കുന്നത് അതിനു അപ്പുറമാണ്. എങ്കിൽ അവനൊരു വലിയ മനുഷ്യൻ തന്നെ, ക്രിസ്ത്യൻസിനെ പോലെ ക്ഷമാശീലമുള്ളവൻ. അവൻ പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. കിങ് ഹോറിക്കിന് ഇപ്പോൾ പഴയ ആൾബലം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് റെയ്ഡിന് പോകാനും കൊള്ളയടിക്കാനൊന്നും പറ്റില്ല. നിന്റെ സഹായം ആവശ്യമാണ്. ഇപ്പം അടുത്ത് തന്നെ ഒരു മേശയുടെ മുകളിൽ ആൽബോഗിനെ മരിച്ചുപോയ ഭാര്യയുടെ ഒരു തലയോട് വെച്ചിട്ടുണ്ടാവും. ആ തലയോട് ഇങ്ങനെ ചോദിക്കും, ഹോ ഞാനും കൂടെ പോവാമെന്ന് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ തലയോട്ടിൽ വൈൻ ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കും. വെസ്റ്ററിലോട്ട് പോകാനായിട്ട് ഇപ്പോൾ ആൽബോഗും ഇവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞു. വെക്സസിൽ ആത്തലിസ്റ്റിനെ കിങ് എഗ്ബത്ത് തന്റെ കൂടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ആത്തലിസ്റ്റൻ നല്ലൊരു കലാകാരൻ കൂടിയാണ്. ഇതിനു മുൻപ് ചർച്ചിൽ ചിത്രങ്ങളും കവിതകളൊക്കെ എഴുതിയിരുന്നൊരു നല്ലൊരു പ്രീസ്റ്റ് ആയിരുന്നു ആത്തലിസ്റ്റൻ. ഇപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കിങ് എഗ്ബത്ത് ഇതെല്ലാം കണ്ടിട്ട് ആത്തലിസ്റ്റിനെ ഇങ്ങനെ പ്രശംസിക്കും. അപ്പൊ ആത്തലിസ്റ്റൻ പറയും, ഞാൻ ഇതെല്ലാം മറന്നു എന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്. ഈ ബ്രഷ്, ഈ ചാലകങ്ങൾ, ഈ നിറങ്ങൾ, ഇതെല്ലാം എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ചോദിക്കും, അപ്പോൾ ആ അവിശ്വാസികളായിട്ടുള്ളവർ ഇതൊന്നും ചെയ്യാറില്ലേ? ഇല്ല, അവർക്ക് കലാബോധമൊന്നുമില്ല. അതുപോലെ തന്നെ എഴുത്തും വായനയൊന്നും അറിയില്ല. ചെറിയ ചെറിയ കൊത്തുപണികൾ മാത്രം. ഹോ, അവരുടെ ദൈവങ്ങൾ ഓഡിൻ, തോർ, പിന്നെ ഫ്രയാർ. ആ ദൈവങ്ങളിലേക്ക് നിങ്ങളുടെ മാറ്റം എത്രത്തോളം വിചിത്രമായിട്ട് തോന്നി? ചില കാര്യങ്ങൾ വിചിത്രമായിരുന്നു, പക്ഷെ ചില കാര്യങ്ങൾ, അതെന്താ ചില കാര്യങ്ങൾ? അവരുടെ ദൈവങ്ങൾ വളരെയധികം പുരാതനമാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ദൈവങ്ങളെക്കാളും നമ്മുടെ ദേവന്മാരേക്കാളും അവരുടെ ദൈവങ്ങൾ എനിക്ക് സാമീപ്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഉദാഹരണമായിട്ട് അവരുടെ ദൈവമായ ഓഡിൻ, അദ്ദേഹത്തെയാണ് അവർ ദൈവങ്ങളുടെ എല്ലാം ദൈവമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മരണം എന്താണെന്ന് സ്വയം കണ്ടറിയാനായിട്ട് തോന്നി. അത് കാരണം കൊണ്ട് അവരുടെ കഥയിലെ ആചാരപ്രകാരം ഓഡിൻ സ്വയം ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി. എന്നിട്ട് അവിശ്വാസിയായിട്ടുള്ളൊരു സേവകൻ ഈട്ടിയും കൊണ്ട് കുത്തി ക്രിസ്തുവിനോട് റോമൻസ് ചെയ്തതുപോലെ. ഇത് കേട്ട് ഞെട്ടിയിട്ട് കിങ് എഗ്ബത്ത്, നീ എൻ്റെ ഒപ്പം വായെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ട് കുറേ ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഈ അത്ഭുതകരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആരാണ് വരച്ചത്? ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയും. എനിക്കറിയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചക്രവർത്തി ഷാർലമേനാണ്. ഒരു വട്ടം ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ വരച്ചത് റോമൻസ് ആണ്. ഒരു കാലത്ത് അവരായിരുന്നു ഇവിടം ഭരിച്ചത്. ഇവിടം മാത്രമല്ല, ലോകം മുഴുവൻ. പക്ഷേ അവർ അന്യമതക്കാരായിരുന്നു. വ്യാജ ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. അപ്പ കിങ് എഗ്ബത്ത്, ഇവിടെയുള്ള വേറെ ആർക്കും തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അവർക്കാർക്കും ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല. അതുമാത്രമല്ലാതെ അവർ ഭയപ്പെടുകയും ചെയ്യും. ഇപ്പോൾ വരെയും അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം രാക്ഷസന്മാരാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. അത് അങ്ങനെ തന്നെ തുടരട്ടെ. ആത്തലിസ്റ്റൻ, യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ നേടിയതിനേക്കാൾ വളരെയധികം അറിവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്കറിയാത്ത പലതും റോമൻസിന് അറിയുമായിരുന്നു. അവരുടെ ദൈവങ്ങൾ അവരെ ലോകം ഭരിക്കാൻ പ്രേരിപ്പിച്ചു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ഉണ്ടെന്ന് പറയും. അതായത് ആത്തലിസ്റ്റിനെ വെച്ച് കിങ് എഗ്ബത്ത് എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണ്. ഇവിടെ ബിയാനും ഏതൊരു പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ് ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കും. അവിടെ പോയി നോക്കുന്നത് അവിടെ ഇതിനു മുൻപ് കണ്ടില്ല, പൂറാൻ എന്ന് പറയുന്ന പെണ്ണ് അവളിങ്ങനെ നൃത്തം ചെയ്യുന്നു. ഇപ്പോൾ അവളിങ്ങനെ നൃത്തം ചെയ്യുന്നത് കണ്ടത് ബിയാൻ അവളെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് അതിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ആത്തലിസ്റ്റൻ അവിടെ കിങ് എഗ്ബത്തിന്റെ കൊട്ടാരത്തിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടിയും തലയിൽ കൂടിയൊക്കെ ഇങ്ങനെ ചോര വരും. ഇപ്പോൾ അവിടെയുള്ള കണ്ണാടിയുടെ അടുത്ത് പോയിട്ട് നോക്കിയതും ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തോന്നലാണെന്ന്. കുറച്ച് ദിവസങ്ങളായിട്ട് ആത്തലിസ്റ്റിന് ഇങ്ങനെയൊക്കെ തോന്നലൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ലോർഡ് ആത്തൽവുൾഫ് വരും. തൻ്റെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആത്തലിസ്റ്റിനെ കൂട്ടിക്കൊണ്ടു പോകും. ആത്തലിസ്റ്റിനെ കിങ് എഗ്ബത്ത് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ റോമൻസിൻ്റെ കുറേ പുരാതന കാലത്തുണ്ടായിരുന്ന പ്രതിമകളും ശിലകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കിങ് പറയും, ഇവിടെ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണോ നീ വിചാരിച്ചത്? ഇവിടെ റോമൻസിൻ്റെ സകല വസ്തുക്കളും വിലപ്പെട്ടതാണ്. കുറേ സ്ക്രോളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതിൽ സീസറിന്റെ കഥകൾ, റോമൻസ്, ബ്രിട്ടൻസിന്റെ വളർച്ച, നാശം, ചക്രവർത്തിമാരുടെ സാമ്രാജ്യങ്ങളുടെ കഥ, റോമൻസിന്റെ സംസ്കാരം, അവരുടെ യുദ്ധതന്ത്രങ്ങൾ, അവരുടെ കിങ്ഡം എങ്ങനെ തോറ്റുപോയി, എങ്ങനെ വളർന്നു, അങ്ങനെയുള്ള എല്ലാ കഥകളും ഇവിടെയുണ്ട്. പക്ഷേ ഇതെല്ലാം ലാറ്റിൻ എന്ന് പറയുന്നൊരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഷയാണെങ്കിൽ ഇപ്പോൾ ആരും തന്നെ സംസാരിക്കുന്നില്ല. പക്ഷേ ആത്തലിസ്റ്റിനാണെങ്കിൽ കുറേ നാടുകളൊക്കെ ചുറ്റിക്കറങ്ങി പര്യവേക്ഷണം ചെയ്തത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് ലാറ്റിൻ ഭാഷ അറിയാം. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കും. അതേ, മനസ്സിലായെന്ന് പറയും. ഇത് കാരണം കൊണ്ടാണ് കിങ് എഗ്ബത്ത് ആത്തലിസ്റ്റിനെ പിടിച്ച് തൻ്റെ കൂടെ തന്നെ വച്ചിരിക്കുന്നത്. ഇതെല്ലാം ആത്തലിസ്റ്റിനെ ഏൽപ്പിക്കും. ഇനി മുതൽ ഇതെല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ പണി എന്ന് പറയും. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് നീ പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ പിന്നെയും അവരോട് കുരിശിലേറ്റാനായിട്ട് അനുവാദം കൊടുക്കുമെന്ന് പറഞ്ഞ് മിരട്ടിയിട്ട് ഇങ്ങനെ പോകും. അതിനുശേഷം അവിടേക്ക് റോളോ ആൽബോഗിനെയും ടോർവയെയും കൂട്ടിക്കൊണ്ടുവരും കാത്തഘട്ടിലേക്ക്. ഇപ്പം ആൽബോഗ് റാഗ്നറിനോട് സംസാരിക്കും. റാഗ്നർ ലോഡ്ബ്രോക്ക്, സത്യസന്ധമായി ഞാൻ പറയുന്നു, നീ എന്നേക്കാൾ ഒരുപാട് വലിയ മഹാമനുഷ്യൻ തന്നെയാണ്. നിനക്കൊപ്പം ചേർന്ന് കൊള്ളയടിക്കാൻ എന്നെ ക്ഷണിച്ച നിന്റെ മഹാമനസ്സ്, സത്യത്തിൽ അത് ഞാൻ അർഹിക്കുന്നില്ല. പക്ഷേ ഈ മോതിരത്തെ മുൻനിർത്തി സത്യം ചെയ്യുന്നു, ഇനിമേൽ ഞാൻ നിന്റെ വിശ്വസ്തനായിരിക്കും. നമ്മുടെ ഈ പൊതു ലക്ഷ്യത്തോടുള്ള നമ്മുടെ ഈ യാത്രയിൽ നിനക്ക് യാതൊരുവിധ സംശയവും എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി മുതൽ ഇടവരുത്തില്ല. അപ്പ റാഗ്നർ, സത്യം പറയാമല്ലോ, കിങ് ഹോറിക്കാണ് നിങ്ങളെ ക്ഷണിക്കണമെന്ന് പറഞ്ഞത്, കരാറ് പുതുക്കണമെന്നും പറഞ്ഞതും നിങ്ങൾക്ക് ഊഹിക്കാം.
ആദ്യം ഇത് ഉൾക്കൊള്ളാൻ എനിക്ക് സമ്മതമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു ഈ ക്ഷണം കൊണ്ടുള്ള നേട്ടം. അപ്പം എൽബോക്ക് ഒന്നിച്ചു നിന്നാൽ നേടാൻ ഒരുപാടുണ്ട്, പിന്നെ മറിച്ചാലോചിച്ചാൽ നഷ്ടപ്പെടാനും ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പറയും. റാഗ്നർ ഇതെല്ലാം കേട്ടിങ്ങനെ ക്ഷമയോടിരിക്കും. ഇപ്പോൾ റാഗ്നർ ട്രോസ്റ്റിനെ വിളിച്ചിട്ട് എൽബോഗിൻ്റെ സൈനികർ എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തങ്ങാനായിട്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ടും പറയും. ഇപ്പോൾ അവിടെ സിഗി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടേക്ക് കിങ് ഹോറിക്ക് വരും. സിഗിയോട് വന്ന് പറയും, നീ എൻ്റെ മകനെ ചെയ്തു കൊടുത്തതിനെല്ലാം വലിയ നന്ദി എന്ന് പറയും. അപ്പോൾ സിഗി, നിങ്ങളുടെ മറ്റുള്ള മക്കളോടും എന്നോട് ഇണങ്ങാൻ പറയരുത്, ഞാനൊന്നും വേശ്യൊന്നും അല്ല എന്ന് പറയും. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ മാത്രമേ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കിങ് ഹോറിക്ക് അങ്ങനെ പോകും. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ട് ഫ്ലോക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സിഗി ഫ്ലോക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇതെല്ലാം നീ ആരോടും പറയില്ല എന്ന് പറയും. അപ്പോൾ ഫ്ലോക്കിയും തീർച്ചയായിട്ടും ഞാൻ ആരോടും പറയില്ല എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ലഗാത്തെ കാണിക്കും. ലഗാത്തെ അവളുടെ ഭർത്താവ്, അതായത് സിഗ്വേർഡ് തന്നെ ആളെ വിട്ട് അടിച്ചതാണല്ലോ. സിഗ്വേർഡ് ഒരു ഏളായിട്ട്, ഒരു നാടിന്റെ ഏളായിട്ട് ഇങ്ങനെ മോശമായിട്ടൊരു നാണം കെട്ട രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഹാളിൽ ലഗാത്തെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലഗാത്തയെ പിന്നെയും എല്ലാവരുടെ മുന്നിലും വെച്ച് ഇങ്ങനെ അപമാനപ്പെടുത്തും. ലഗാത്തയുടെ വസ്ത്രം എല്ലാവരുടെ മുന്നിലും വെച്ച് ഇങ്ങനെ വലിച്ചൂരാൻ നോക്കും. അപ്പം തന്നെ ലഗാത്ത ദേഷ്യം വന്ന് ഇരിക്കുന്ന മേശയിലെ കത്തിയെടുത്ത് സിഗ്വേർഡിന്റെ കണ്ണിൽ തന്നെ കുത്തും. ഇപ്പോൾ ലഗാത്തയ്ക്ക് അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. ഇപ്പോൾ ലഗാത്ത ഇങ്ങനെ ചെയ്തത് അവിടെയുള്ള എല്ലാവരും കണ്ടു. ഇപ്പോൾ എപ്പോഴും സിഗ്വേർഡിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്ന ഒരാൾ വാളെടുത്ത് ലഗാത്തയെ തീർക്കുമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം സിഗ്വേർഡിൻ്റെ തലയെ 2 തുണ്ടായിട്ട് വെട്ടും. ഇപ്പോൾ സിഗ്വേർഡിൻ്റെ കാര്യം ഒരു തീരുമാനമായി. ഇതേ സമയത്ത് പ്രിൻസസ് ആസ്ലോക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഉറക്കുകയാണ്. റാഗ്നർ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പരുന്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ജനാലയിലൂടെ കിങ് ഹോറിക്ക് ഇതെല്ലാം കണ്ടിങ്ങനെ നോക്കും. റോളോ ഇങ്ങനെ സിഗിയായിട്ടൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ പോകും. എൽബോഗ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കാത്തക്കെട്ടിൽ ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. എൽബോഗിനാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വരുന്നില്ല. അദ്ദേഹം സീറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തൻ്റെ മേലൊരു പരുന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ പരുന്ത് തന്നെ താനാണ് എന്ന് പറഞ്ഞ സീറ് പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോളോ നല്ല ദേഷ്യത്തിൽ വേഗം പുറത്തു പോയില്ലേ. കൂടെ തന്നെ ഫ്ലോക്കി, ട്രോസ്റ്റൻ ഇവരെല്ലാവരും ഉണ്ട്. എൽബോഗിൻ്റെ ആളുകളെ മാത്രം ഒരു സ്ഥലത്ത് ഇങ്ങനെ തങ്ങാനായിട്ട് പറഞ്ഞല്ലേ. അവരെല്ലാവരും ഇങ്ങനെ പൂട്ടിയിട്ട് ഇങ്ങനെ തീ കത്തിക്കും. എൽബോഗിൻ്റെ ആളുകളെല്ലാവരും ഇങ്ങനെ ജീവനോടുകൂടി ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിയാൻ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ വേലക്കാരിയായിട്ടുള്ള പെണ്ണില്ല പൂറാൻ, അവൾക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും നല്ല സ്ഥലമില്ലാത്ര. അപ്പോൾ ബിയാൻ അവളെ ബിയാൻ്റെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നീ ഇന്ന് ഇവിടെ കിടന്നു എന്ന് പറയും. പക്ഷെ പൂറാൻ സമ്മതിക്കില്ല. അപ്പോൾ ബിയാൻ ഉത്തരവിടും, ഞാൻ നിന്നെ ഉത്തരവിടുന്നു, നീ ഇവിടുത്തെ തങ്ങിക്കോ എന്ന് പറയും. അപ്പോൾ പൂറാൻ പറയും, നിങ്ങൾ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതെനിക്ക് ലംഘിക്കാനായിട്ടാവില്ല. അപ്പോൾ ബിയാൻ പറയും, ഞാൻ നിന്നെ ഉത്തരവിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നിന്റെ ഇഷ്ടത്തോടു കൂടി തന്നെ നിനക്കിവിടെ തങ്ങാമെന്ന് പറയും. ഇപ്പോൾ എൽബോഗുള്ള സ്ഥലത്തേക്ക് റോളോയും മറ്റുള്ള എല്ലാവരും വാതിലും പൊളിച്ച് ഉള്ളിൽ വരും. ഉള്ളിൽ വന്ന് നോക്കിയതും എൽബോഗിനാണെങ്കിൽ ഒരു നെട്ടലും ഇല്ല. അദ്ദേഹത്തിന് ഇതിനു മുൻപ് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് മുൻകൂറായി അറിയുന്നത് പോലെ തന്നെ ഒരു വാളും കൊണ്ട് ഇങ്ങനെ നിൽക്കും. എൽബോഗ് വന്നവരെ അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ, എന്നാൽ വന്നവരാണെങ്കിൽ നല്ല ശക്തരായിട്ടുള്ള ആളുകളായത് കാരണം കൊണ്ട് ബാരയുടെ മുന്നിലിട്ട് തന്നെ ഫ്ലോക്കിയും ട്രോസ്റ്റിനും ഇട്ട് നല്ല അടി അടിക്കും. ട്രോസ്റ്റിനെ ഇങ്ങനെ ടോർവി ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ റോളോ വേണ്ട, ഇവളുടെ മേലെ നമുക്ക് യാതൊരു ദേഷ്യമില്ല എന്ന് പറയും. കിങ് ഹോറിക്ക് പുറത്തെന്താണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞ് റാഗ്നറിൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ഹാളിൽ പോയാൽ ഇപ്പോൾ ഹാളിലേക്ക് എൽബോഗ് ഇങ്ങനെ തറയിലിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരും. ഇത് കാണുന്ന കിങ് ഹോറിക്ക് ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കും. ഞാൻ അവനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് പറഞ്ഞ എൽബോഗിൻ്റെ അടുത്ത് പോയിട്ട്, നിന്റെ ജീവിതം എപ്പോഴും പരുന്തുകളുമായിട്ടാണല്ലോ, ഞാൻ നിന്നെ ഒരു ബ്ലഡ് ഈഗിളായിട്ട് മാറ്റാൻ പോവാണ് എന്ന് പറയും. ബ്ലഡ് ഈഗിൾ എന്ന വാക്ക് കേട്ടതും എൽബോഗിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഭയപ്പെടും. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ കെഞ്ചും. പക്ഷേ റാഗ്നർ തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹം ബ്ലഡ് ഈഗിൾ എന്ന് പറയുന്നൊരു ചടങ്ങ് ചെയ്യാൻ പോകുന്നു. ആ ചടങ്ങിൽ എൽബോഗിനെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എൽബോഗ് ആണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഭയപ്പെട്ട് ഇങ്ങനെ പീഡിച്ച് വിറച്ചിരിക്കുകയാണ്. റാഗ്നർ ആ ചടങ്ങിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ചടങ്ങ് എത്രത്തോളം ക്രൂരമായിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു.